അലി ലാരിജാനിയുടെ മരണവാർത്തയൊക്കെ എല്ലാവരും കേട്ടു. ഇപ്പോൾ ഇന്ന് അവിടെ ഫ്യൂണറൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഖബറടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അലി ലാരിജാനി മാത്രമല്ല, ആളുടെ മകനും മരിച്ചിട്ടുണ്ട്. മകൻ മരിച്ചത് അലി ലാരിജാനിയുടെ മകളുടെ വീട്ടിലോട്ടും ഇവർ റെസിഡൻസ് നോർമൽ വീട്ടിലോട്ടും ഇവർ ബോംബിങ് ചെയ്തു. അതിലാണ് ഈ മകൻ അവിടെ മരിച്ചിട്ടുള്ളത്. കൂടെ മറ്റു ചില നേതാക്കളും ഇന്നലത്തെ ഇന്നൊക്കെ ആയിട്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വീഡിയോ നോക്കണം. ഇത് അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ട് ഇവരുടെ ഖബറടക്കത്തിന് അലി ലാരിജാനി കൂട്ടത്തിൽ മറ്റ് 2 IRGC നേതാക്കളുടെ ഖബറടക്കത്തിന് ഒത്തുകൂടിയ ആളുകളാണ്, ഇറാനിയൻ ജനതയാണ്. ഇത് കാണുമ്പം നിങ്ങളൊരു വെറുതെ ചിന്തിച്ചാൽ മതി, അവിടുത്തെ ആളുകൾ എങ്ങനെയാണ്. അല്ല, ഇത്രയും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, ഈ പറഞ്ഞ ഇസ്രായേലും അമേരിക്കൻ വീടുകളിലോട്ടും റെസിഡൻസ് ഏരിയകളിലോട്ടും സ്കൂളുകളിലോട്ടും അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലോട്ടുമാണ് ഏറ്റവും കൂടുതൽ ബോംബിങ് മിസൈലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിലാണ് തങ്ങളുടെ ഒരു നേതാവ് ഇങ്ങനെ മരണപ്പെടുന്ന സമയത്ത് ഇതുപോലെ ആളുകൾ ഒത്തുകൂടുന്നത്. ഒരു വലിയൊരു സംഘമായിട്ട് തന്നെ വന്നിട്ട് എനിക്ക് തോന്നുന്നു മൊത്തം ടെഹ്റാനിലാണ് നടക്കുന്ന ടെഹ്റാനിലുള്ള മൊത്തം ആളുകളും അവിടെ ഒത്തുകൂടുന്നുണ്ട്. അതായത് ഓരോ പ്രാവശ്യം ഓരോ നേതാക്കളെ കൊല്ലുന്ന സമയത്തും അമേരിക്കയും ഇസ്രായേലിൻ്റെയും വിചാരം ഇതോടുകൂടി അവിടെ റെജീം താഴത്ത് വീണു, ഇനി അവിടുത്തെ ഒരു റെജീം ചേഞ്ചായി, ഇനി ഞങ്ങൾ കൊടുക്കുന്ന പാവ സർക്കാരിനെ അവിടെ ഇട്ട് അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് മറ്റൊരു ഇറാഖോ അല്ലെങ്കിൽ മറ്റൊരു യമനോ മറ്റൊരു ലിബിയോ ഒക്കെ ആക്കി തീർക്കാമെന്നുള്ള ആ ഒരു ചിന്തനെ കംപ്ലീറ്റ്ലി ഇവരങ്ങ് അടിച്ച് തകർക്കുക ചെയ്യുന്നത്. അവിടുത്തെ IRGCയുടെ സൈന്യമോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് നേതാക്കളോ അല്ല, അവിടുത്തെ ജനങ്ങളാണ് ഈ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ആ ഒരു മോഹങ്ങൾ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കുന്നത്. അതിനുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ കാണുന്ന ജനക്കൂട്ടം. ഇപ്പോൾ ആയത്തുള്ള അലി ഖാംനിയുടെ മരണത്തിന്റെ സമയത്തും ഖബറടക്കത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു വിലാപ യാത്ര നമ്മൾ കണ്ടിരുന്നു. ഇതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഇത്ര തന്നെ ആളുകളുള്ള ഒരു വലിയ യാത്ര തന്നെയായിരുന്നു. ഇതാണ് ആ ഇറാനിയൻ ജനതയുടെ ഒരു നമ്മൾ എന്താ പറയുക, അപ്പം കളിയാക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ എച്ചിൽ മുസ്ലിമുകളും അല്ലെങ്കിൽ മറ്റേ സംഘികളും സംഘവാണങ്ങളൊക്കെ വന്ന് പറയൂലേ വിസ്മയം എന്നും പറഞ്ഞ് കളിയാക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഇതാണ് വിസ്മയം. ആ ജനങ്ങൾ വിസ്മയിപ്പിക്കുന്നുണ്ട് ബാക്കിയുള്ള ആളുകളെ. സ്വന്തം മരണം അല്ലെങ്കിൽ സ്വന്തം ജീവിതം ഇല്ലാണ്ടായാലും ഭൂമിയിലൊരു ജീവിതമേ ഉള്ളൂ, അതിങ്ങനെയൊക്കെ രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ എന്താണോ വിശ്വസിക്കുന്ന ആ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു മതത്തിന് വേണ്ടിയിട്ട് ജീവൻ പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവർ ഈ ഇറങ്ങി കാണിക്കുന്ന ഇതാണ് യഥാർത്ഥത്തിലുള്ള വിസ്മയം. അല്ലാണ്ട് ഇതിന് വിസ്മയം എന്ന് സംഘി കളിയാക്കുന്നുണ്ടെങ്കിൽ അത് സംഘിക്ക് എന്താണ് വിസ്മയം എന്ന് അറിയാത്തത് കൊണ്ട് മാത്രമാണ്. ഞാനതല്ല പറഞ്ഞത്. ഇതോടുകൂടി റജീം വീണു. ഇപ്പം ഇന്ന് അമേരിക്കൻ പ്രസിഡന്റും അതുപോലെ തന്നെ ഇസ്രായേലി സൈഡിൽ നിന്നും വരുന്ന പ്രധാന വാർത്തകളായിട്ട് വരുന്നത് ഇതോടുകൂടി ഇറാന്റെ റജീം കംപ്ലീറ്റ്ലി വീണു. വിത്തിൻ 1 വീക്ക് 5 ഡേയ്സിൽ യുദ്ധവും കാര്യങ്ങളൊക്കെ തീർന്ന് അവിടെ പുതിയൊരു ഭരണകൂടം ഞങ്ങൾ കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. പക്ഷേ മുസ്തഫ അലി ഖാംനി ഇപ്പം ഒരു പ്രസ്താവന പുറത്തോട്ട് വരുന്നുണ്ട്, ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് മൊത്തത്തിൽ 6 മുതൽ 12 സൈനിക ഉദ്യോഗസ്ഥരായിരുന്നു മരണപ്പെട്ടിട്ടുള്ളത്. ആ എല്ലാ പൊസിഷനിലോട്ടും അല്ലെങ്കിൽ ആ എല്ലാ തസ്തികകളിലോട്ടും പുതിയ ആളുകളെ നിയമിച്ച് കഴിഞ്ഞു. ഒരു ദിവസം കൊണ്ട് ഈ വീണു പോയിട്ടുള്ള നേതാക്കളുടെ സ്ഥാനത്തോട്ട് അതിനേക്കാൾ ഒരു മടങ്ങ് അധികം എല്ലാം കൊണ്ടും സൈനികമായിട്ടും അല്ലെങ്കിൽ മാനസികമായിട്ടും ഒക്കെ അതിനേക്കാളൊക്കെ ഒരുപാട് അധികമുള്ള മാനസിക ശക്തിയുള്ള മറ്റ് നേതാക്കളെ ഈ പൊസിഷനിലോട്ട് നിയമിച്ച് കഴിഞ്ഞു. യുദ്ധം ഇറാൻ വികുന്നില്ല, ഞങ്ങൾ വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഓരോ നേതാക്കന്മാർ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഓരോ സപ്പോർട്ടിന് ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക എന്ന് കാണിക്കുന്ന രീതി, അതല്ലെങ്കിൽ മരണപ്പെട്ട വാർത്തകൾ പുറത്തു പറയാണ്ട്, അതല്ലെങ്കിൽ ബങ്കറുകളിൽ ഒളിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ 85 മുതൽ 90% ജനങ്ങളും ബങ്കറിൻ്റെ അകത്താണ് കഴിഞ്ഞൊരു മാസത്തോളം അല്ലെങ്കിൽ 18-19 ദിവസങ്ങളായിട്ട് ജീവിക്കുന്നത്. പുറത്തിറങ്ങുന്നത് 5-10 മിനിറ്റ് പെട്ടെന്ന് ഇറങ്ങാൻ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചെയ്യുന്ന സമയത്തേക്കും അടുത്ത സൈറം വരും, ഓടി ഒളിക്കുന്ന അവസ്ഥയാണ് അവിടെ. നമ്മളെ കഴിഞ്ഞ ദിവസം ഒരു മലയാളി ഒരു ചേച്ചി തന്നെ അവിടെയുള്ള ഡോണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചി എന്ന് പറഞ്ഞു 80% വെഹിക്കിൾസ് ഒരു സാധനങ്ങളും ഈ പറഞ്ഞ ഇസ്രായേലിൽ നിരത്തിൽ ഇറങ്ങുന്നില്ല. പക്ഷേ നേരെ തിരിച്ച് ഇറാനിൽ അവിടെ ഇസ്രായേലിൽ മരിക്കുന്നേക്കാൾ കൂടുതൽ ആളുകൾ ഇറാനിൽ മരിക്കുന്നുണ്ട്. അവിടെ വികുന്ന ബോംബിനേക്കാൾ കൂടുതൽ ഇവിടെ ഇറാനിൽ വികുന്നുണ്ട്. എന്നിട്ടും ആളുകൾ നോർമൽ അവരുടെ ജീവിതം, അവർ റോട്ടിലിറങ്ങി അവരുടെ കാര്യങ്ങൾ ചെയ്ത് അവരുടെ നേതാക്കന്മാർ മരിക്കുമ്പോൾ അതിൻ്റെ കബറടക്കത്തിന് കൂടി അവർ രാജ്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പുറപ്പെടുന്ന ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. കഴിഞ്ഞ ദിവസം നമുക്ക് ഈ കുത്സ് റാലിയുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞ എല്ലാ നേതാക്കളും പച്ച റോട്ടിൽ ജനങ്ങളുടെ ഇടയിലായിരുന്നു. അതല്ലാണ്ട് AI ക്രിയേറ്റഡ് വീഡിയോയും അല്ലെങ്കിൽ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് സംഘടിപ്പിച്ച കുറച്ച് ആളുകളുടെ ഇടയിൽ നിന്നൊരു വീഡിയോയും ഒന്നുമില്ല. ജനലക്ഷങ്ങൾ ഈ പറഞ്ഞ മൊസാദും CI ഒക്കെ ആ തെരുവിലൂടെ ഒക്കെ നടക്കുന്നുണ്ട്. അവരുടെ ഒക്കെ ഇടയിലൂടെ തന്നെ ഈ നേതാക്കൾ ഇറങ്ങി നടന്നിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഏത് രീതിയിലും ഇപ്പം ഇനിയും അവിടെ നമുക്ക് അറിയപ്പെടുന്ന ഇപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും അതുപോലെ തന്നെ അബ്ബാസ് അറാച്ചി ഉണ്ട്, മറ്റു പല നേതാക്കൾ ഇനിയും അവിടെ ഉണ്ട്. അപ്പം ഇനി ഇവരെ വീഴ്ത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ എതിരെ ഏതൊക്കെ രീതിയിലാണ് ഇസ്രായേലി ആളുകൾ അല്ലെങ്കിൽ അമേരിക്കൻസ് ന്യൂസ് പടച്ചു വിടുന്നത് നമ്മൾ കേൾക്കണം. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മറ്റൊരു ന്യൂസാണ്, ഇസ്രായേലിയൻ മാധ്യമങ്ങൾ പുറത്തോട്ട് വിട്ടുള്ള ന്യൂസാണ്. മസൂദ് പെഷഷ്കിയാൻ
അടിയന്തരമായിട്ട് രാജിവെക്കാൻ പോകുന്നു, അതായത് യുദ്ധത്തിൽ തോൽക്കാൻ പോവുകയാണ് ഞങ്ങൾ എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ രാജിവെച്ച് സ്വന്തം ജീവൻ സേഫ് ആക്കുക എന്നുള്ളതാണ് പുള്ളി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് മുസ്തഫ കാമിനിയായിട്ടുള്ളൊരു മീറ്റിംഗ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞത് തനിക്ക് രാജിക്കത്ത് കൊടുത്തിട്ട് തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ അങ്ങനെ ഓരോരുത്തർ അങ്ങ് ഒഴിഞ്ഞിട്ട് അതിന് പകരമായിട്ട് എന്താ പറയുക, അവിടെ ഞങ്ങൾ ഇസ്രായേൽ പറയുന്ന അല്ലെങ്കിൽ അമേരിക്ക പറയുന്ന മറ്റൊരു റെജീം വരും എന്നും പറഞ്ഞിട്ടാണ് ഈ പത്രമാധ്യമങ്ങൾ, ഇസ്രായേലിയൻ പത്രമാധ്യമങ്ങൾ വാർത്തകൾ പുറത്തോട്ട് വിടുന്നത്. കാണുമ്പം നിങ്ങൾ നോക്കുക, അവിടെ അതായത് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇനി നേതാക്കളെ ഏതെങ്കിലും രീതിയിൽ പുറത്തിറങ്ങി നടക്കുന്ന നേതാക്കളെ അങ്ങ് കൊന്നു തീർക്കുക. എന്നിട്ട് കൊല്ലാൻ പറ്റാത്ത ആളുകൾ ബാക്കിയുണ്ടെങ്കിൽ അവരിങ്ങനെ പേടിച്ചിരിക്കുകയാണ്, അവരിതാ റിസൈൻ ചെയ്യാൻ പോകണം, അവർ തീർന്നു, ഇങ്ങനെ പറഞ്ഞ് ആളുകളുടെ ഉള്ളിലോട്ടൊരു നെഗറ്റിവിറ്റി കൊണ്ടുവരിക. എത്ര നീചമായിട്ട് അവന്മാർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സംഖ്യകളൊക്കെ മാറ്റട്ടെ, സംഖ്യ മുസംഖ്യകളൊക്കെ അങ്ങോട്ട് മാറി. അല്ലാതെ കാണുന്ന മനുഷ്യന്മാരുണ്ട്, അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ അതല്ലാത്ത ആളുകളുണ്ട്. അല്ലാത്ത ആളുകൾ നിങ്ങളും ചിന്തിച്ചു നോക്കുക ഏത് രീതിയിൽ അവന്മാർ യുദ്ധം ചെയ്യുന്ന അവിടെ എന്നുള്ളത്. ലോകരാജ്യങ്ങൾ മൊത്തം എതിരെ നിൽക്കുന്നു. ഒരു ഹോർമോസ് കടലെടുക്കിനെ പോലും സ്വന്തമാക്കാൻ, അല്ലെങ്കിൽ അവിടെ പോലും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അമേരിക്കക്കോ യുദ്ധം ചെയ്ത് തുടങ്ങിയ ആളുകൾക്കോ പറ്റുന്നില്ല. അമേരിക്കയുടെ തന്നെ ടെറർ ഡിപ്പാർട്ട്മെന്റ് ചീഫ് രാജിവെക്കുന്നു. ഇത് ഞങ്ങൾ അല്ലെങ്കിൽ ഞാനോ അമേരിക്കക്കാർക്കോ ഞങ്ങൾക്കോ ആർക്കും വേണ്ടിയുള്ള ഒരു യുദ്ധമല്ല, കണ്ട ഇസ്രായേലികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു യുദ്ധത്തിന് എന്തിനാണ് ഞങ്ങളും ഞങ്ങളുടെ പട്ടാളക്കാരും ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞ് പുള്ളി രാജിവെച്ച് പോകുന്നു. ഇത്രയും കാര്യങ്ങൾ ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ ഇനി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചതി മാത്രമാണ് ഇത്തരത്തിലുള്ള നേതാക്കളെ ഇങ്ങനെ വന്ന് പുറത്തിറങ്ങി നടക്കുന്ന നേതാക്കളെ നേരിട്ട് അങ്ങ് കൊന്നുകളയുക. അതല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ രാജിവെക്കാൻ പോകുന്നു, അവർ അതിന് പോകുന്നു ഇതിന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക. അങ്ങനെയെങ്കിലും ഞങ്ങൾ യുദ്ധം ജയിക്കട്ടെ എന്നുള്ള ചിന്തയിൽ നടക്കുന്ന ഇസ്രായേലികളും അമേരിക്കക്കാരും, അമേരിക്കയുടെ അവിടുത്തെ ജനങ്ങളല്ല, അമേരിക്കൻ ട്രംപ് പട്ടാള ഭരണക്കാരും. എന്തൊരവസ്ഥ! ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ആളുകൾ മരിച്ചു, അല്ലെങ്കിൽ ഇത് റെസിഗ്നേഷൻ ചെയ്യാൻ പോകുന്നു, ഇതാണ് അവിടെ വലിയൊരു ഫ്യൂണറൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന സമയത്തും ടെല്ലവീവിൽ ഒരു നിമിഷം പോലും ഇല്ലാണ്ട് ഇസ്രായേലിൻ്റെ നാനാഭാഗത്ത് 100 കണക്കിൽ മിസൈലുകൾ പതിച്ചുകൊണ്ടിരിക്കുക. വെറുതെ കൺട്രോളില്ലാണ്ട് ഞങ്ങളെല്ലാവരും മരിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ള സാധനങ്ങൾ ഒരു ദിവസം കൊണ്ട് തീർക്കട്ടെ എന്നുള്ളതല്ല, വളരെ വ്യക്തമായിട്ടിട്ട് ആസൂത്രിതമായിട്ടുള്ള ഇറാൻ്റെ അടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടെല്ലവീവിലെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ റെയിൽവേ സ്റ്റേഷൻ അടക്കം, അവരുടെ മെട്രോ സ്റ്റേഷൻ അടക്കം പൊളിഞ്ഞ് ഇരിക്കുന്ന അവസ്ഥ, അവിടുത്തെ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഓരോന്നായിട്ട് തകർന്നു വീണുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അതേ സ്ഥാനത്ത് അമേരിക്കൻ എംബസികൾ, ഇറാഖിലുള്ള അമേരിക്കൻ എംബസികളും കോൺസുലേറ്റുകളും അവിടുത്തെ ബേസുകളും മറ്റ് അറബ് രാജ്യങ്ങളിലെ എല്ലാം തകിടം മറച്ചുകൊണ്ടിരിക്കുന്ന ഇറാനെയാണ് നമ്മൾ ഇതേ സമയത്ത് ഇന്ന് കാണുന്നത്. ഇന്ന് അബ്ബാസ് അറാച്ചി വന്നൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ആരൊക്കെ ഞങ്ങളുടെ നേതാക്കളെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാലും യുദ്ധത്തിനൊരു കുറവുണ്ടാവില്ല, ഞങ്ങളെ ശക്തിക്ക് ഒരു കുറവുണ്ടാവില്ല, ഞങ്ങളുടെ മനസാന്നിധ്യത്തിനൊരു കുറവുണ്ടാവില്ല, ഞങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തമായിട്ടുള്ള മറുപടി ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ അവിടുത്തെ ടെല്ലവീവിലെ നഗരത്തിൽ കംപ്ലീറ്റ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടുത്തെ സവിദോ റെയിൽവേ സ്റ്റേഷനാണ് കംപ്ലീറ്റ് തകർന്നിരിക്കുന്നത്. ട്രെയിൻ സർവീസുകളും എല്ലാം അലങ്കോലമായി സ്റ്റോപ്പായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവിടെ. അതുപോലെ റമദ് ഖാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കംപ്ലീറ്റ്ലി ഇറാൻ്റെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് മരണപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നു. മറ്റ് നഗരങ്ങളിൽ ഇപ്പം ബിനെ ബ്രാക്ക്, പറ്റാത്തിക്ക എന്ന് പറഞ്ഞ കഫർ സാബ എന്നീ സ്ഥലങ്ങളിലൊക്കെ മിസൈലുകൾ വീണിട്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ പൊളിയുന്നു, ആളുകൾക്ക് പരിക്ക് പറ്റുന്നു, ആളുകൾ മരിക്കുന്നു. ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം ഇസ്രായേലിൽ നടന്നുകൊണ്ട്. അവിടുത്തെ ജനങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും, നെതന്യാഹുവിൻ്റെ ചെകുത്താന് വേണ്ടിയിട്ട് ഞങ്ങളാണല്ലോ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേരാണല്ലോ മരിക്കുന്നു, അവിടുത്തെ ആൾക്കാരിനെ വിചാരിച്ച് കഴിയുന്ന ഒരു യുദ്ധമുറകളാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇറാൻ ഇതുവരെ പുറത്തെടുക്കാത്ത പലതരത്തിലുള്ള മിസൈലുകളും പുറത്തെടുക്കുന്നു, കറക്റ്റായിട്ട് കൊള്ളിക്കേണ്ടടുത്ത് കൊള്ളിക്കുന്നു, പൊളിച്ചു കളയുന്നൊരവസ്ഥ. ഇനി അത് മാത്രമല്ല, അമേരിക്കൻ ബേസുകൾ അല്ലെങ്കിൽ അമേരിക്കയുടെ ചില ഇപ്പം ആമസോൺ പോലത്തെ ഡാറ്റാ സെൻറ്ററുകൾ മാത്രമാണ് ഇതുവരെ പൊളിച്ചത്. ഇനി അമേരിക്കയുടെ സകല ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ബിൽഡിങ്ങുകളിലോട്ടും ഇറാൻ അടുത്തതായിട്ട് ലക്ഷ്യം വെക്കുന്നതായിട്ടാണ് ഇപ്പം വാർത്തകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ റിയാദിൽ ഇപ്പം അറബ് നേതാക്കളുടെ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താണ് ചെയ്യുക. കാരണം ആ അടി ഈ ലെവലിലോട്ട് മാറിയിട്ടുണ്ട്. അലി ലാരിജാനി മരിച്ചു, അതായത് മുസ്തഫ കാമിനി കാരണം സെക്കൻഡ് പൊസിഷനാണ്, ഇറാൻ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഹെഡാണ്, സെക്കൻഡ് പൊസിഷനാണ്, അത്ര ചെറിയ ആളൊന്നുമല്ല. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ ഒരാളും കൂടാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. കാമിനിയെ മരിച്ചു, കാമിനിയുടെ താഴെ ഇവർ മരിച്ചു, ഇവരുടെ മക്കൾ മരിക്കുന്നു. ഇനി ഇറാൻ്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ തീർത്തും മുറിവേറ്റ സിംഹം എന്നുള്ളത് മാത്രമല്ല, മുറിവേറ്റ സിംഹത്തിന് ബോധമില്ലാണ്ടായിട്ടില്ല, ഫുൾ ബോധത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഫുൾ കൺട്രോളിൽ തന്നെയാണ് അവർ ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പേടിയുള്ളത് കൊണ്ടാണ് അറബ് രാജ്യങ്ങൾ എത്രയും പെട്ടെന്നൊരു മീറ്റിംഗ് കൂടിയത്. ഇനി അവരുടെ ആ തീരുമാനങ്ങൾ എന്തായിരിക്കും എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. കാരണം ഒരു സ്റ്റേണായിട്ടുള്ളൊരു തീരുമാനം ഇതുവരെ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ഇറാനിൽ ഇന്നലെ ഇന്നുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് നോക്കാം. ഇനി വേറെ വല്ല അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ശരി.